നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ബെന്നി ബെഹന്നാൻ MP നിർവഹിച്ചു. പൂരം പെയ്തൊഴിഞ്ഞു. 3 മണിക്കൂറിനകം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അഭിമാനത്തോടെ തൃശൂർ കോർപ്പറേഷൻ. മാടക്കത്ര പഞ്ചായത്തിന്റെ SC കട്ടിൽ വിതരണം പ്രസിഡന്റ് ഇന്ദിര മോഹൻ നിർവഹിച്ചു. ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ നിർവഹിച്ചു. പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും ജനകീയത വളരെ വലുതായിരുന്നുവെന്നും അതിന്റെ തെളിവാണ് സംസ്കാര ചടങ്ങിൽ കണ്ടതെന്നും ഇത്തരം ജനപങ്കാളിത്തമുണ്ടായ ചടങ്ങ് സംസ്ഥാനത്തിൽ നോക്കിയാൽ മറ്റൊരു വ്യക്തിക്കും കിട്ടിയിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബെന്നി ബെഹന്നാൻ പറഞ്ഞു. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും 16 വർഷമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കൊഴുക്കുള്ളി സ്വദേശി റോണി കുര്യന് വേണ്ടിയാണ് ഭവനം നിർമ്മിച്ചു നൽകിയത്. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിവരുന്ന കാരുണ്യ സഹായ പദ്ധതികളുടെ ഭാഗമായി 1 ലക്ഷം രൂപയുടെ സഹായധന വിതരണവും നിർവഹിച്ചു. പാവപ്പെട്ടവർക്കും രോഗികൾക്കും തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുൻഗണന നൽകിയിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുമായി കാരുണ്യ പ്രവർത്തികൾ നടത്തുന്ന നടത്തറ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. റോണി കുര്യന്റെ വസതിയിൽ നടത്തിയ പരിപാടിയിൽ കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി മുഖ്യാതിഥിയായി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്, DCC വൈസ് പ്രസിഡന്റ് ഷിജു വിളയത്ത്, ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ AL ബേബി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, KC അഭിലാഷ്, ലീലാമ തോമസ്, ബിന്ദു കാട്ടുങ്ങൽ, ES അനിരുദ്ധൻ, ജിത് ചാക്കോ, KP ചാക്കോച്ചൻ, സിനോയ് സുബ്രഹ്മണ്യൻ, ആന്റോ ചീനിക്കൽ, A. സേതുമാധവൻ, EP സുധാകരൻ, ജെയ്സൺ പുലിയളക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. നല്ലൊരു വേദിയിലൂടെ എല്ലാവരും അഭിനന്ദനം നൽകുകയാണ്. അതോടൊപ്പം ബോബിയോടൊപ്പം നിന്ന് അളമുണ്ട്, പിറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് താമസിക്കാൻ മണ്ണിലിടമില്ല എന്ന് അവിടെ മനസ്സിലെന്നുമുണ്ട്. അദ്ദേഹം മരിച്ചാലും മരിക്കാത്തൊരു വികാരമാണ്, ഒരു ആവേശമാണ്, പ്രചോദനമാണ്, ഒരു ആത്മധൈര്യമാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഒരു പൊതുപ്രവർത്തകൻ ഏതെല്ലാം തലങ്ങളിൽ നിന്നുമുണ്ട് ജനസേവനം നടത്തണം. ഒരു പൊതുപ്രവർത്തകന്റെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്തം എന്താണ് എന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ച പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ശ്രീ ഉമ്മൻചാണ്ടിയുമായി ഒരിക്കലെങ്കിലും പരിചയപ്പെടാൻ, സംസാരിക്കാൻ, കാണാൻ അവസരമുണ്ടായിട്ടുള്ളത് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ജനകീയത വളരെ വലുതായി. ആ ജനകീയതയുടെ ഏറ്റവും വലിയ എത്രമാത്രം ഉമ്മൻചാണ്ടിയെ കേരളീയ സമൂഹം മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ സാന്നിധ്യം. ഒരുപക്ഷെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രമാത്രം ആയിരങ്ങളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയുടെ ഒക്കെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാമാണ്. പക്ഷെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത്രയും ആളുകളെ വൈകാരികമായി വേദനയോടുകൂടി
പ്രാർത്ഥനാപരമായി മനസ്സോടുകൂടി ഒരു ആദരാജ്ഞ അർപ്പിക്കാൻ ഏറ്റവും വലിയൊരു അവസരം ഉണ്ടായിട്ടില്ല. തൃശൂർ പൂരം പെയ്തൊഴിഞ്ഞു, ആളും അരങ്ങുമൊഴിഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾ 3 മണിക്കൂറിനകം പൂർത്തീകരിച്ച് അഭിമാനത്തോടെ ശിരസ്സുയർത്തി തൃശൂർ കോർപ്പറേഷൻ. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ സമാപിച്ച് മണിക്കൂറുകൾക്കകം തേക്കിൻകാട് മൈതാനവും പൂരവുമായി ബന്ധപ്പെട്ട അനുബന്ധ റോഡുകളും പൂർണ്ണമായും വൃത്തിയാക്കി നഗരത്തെ പരിപൂർണ ശുചിത്വത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് തൃശൂർ കോർപ്പറേഷൻ ഒരിക്കൽ കൂടി മാതൃക കാട്ടി. മേയർ എം കെ വർഗീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, പി കെ ഷാജൻ, സെക്രട്ടറി വി പി ഷിബു, ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ഷാജു, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. കോർപ്പറേഷന്റെ അഭിമാനമായ 500-ലേറെ ശുചീകരണ വിഭാഗം ജീവനക്കാരും 100-ലേറെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും നഗരത്തെ വൃത്തിയാക്കുന്ന പ്രവൃത്തിയിൽ സജീവമായി പങ്കുചേർന്നു. ഞായറാഴ്ച സാമ്പിൾ വെടിക്കെട്ട് മുതൽ കോർപ്പറേഷൻ ഭരണസമിതിയും എല്ലാ ജീവനക്കാരും അഹോരാത്രം തൃശൂർ പൂരത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനായി ഊണും ഉറക്കവും ഒഴിച്ചു പങ്കാളികളായി. തൃശൂർ പൂരത്തെ പൂർണ്ണ അർത്ഥത്തിൽ ആനന്ദകരമായി പൂർത്തീകരിക്കാൻ സഹകരിച്ച എല്ലാവർക്കും മേയർ നന്ദി അറിയിച്ചു. മാടക്കത്ര പഞ്ചായത്തിലെ SC വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള കട്ടിൽ വിതരണം പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. 26 പേർക്ക് കട്ടിലുകൾ നൽകി. 10 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് സ്വാഗതം ആശംസിച്ചു. KP പ്രശാന്ത്, പുഷ്പ ചന്ദ്രൻ, CB സുരേഷ്, ജെമി ജോർജ്, സുകന്യ ബൈജു, സജീവ് മിഥുൻ എന്നിവർ പങ്കെടുത്തു. പ്രൊജക്ടുകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് കോളനി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന എല്ലാ കോളനികളും ഉന്നതി കേന്ദ്രങ്ങളായി മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ കോളനികളിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഉന്നതി കേന്ദ്രങ്ങളായി കോളനി. അതുപോലെ തന്നെ എല്ലാവർക്കും ഭൂമിയും വീടും. ഒരാൾ പോലും അവശരായി വീടില്ലാതെ നടന്നുകൂടാ. കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സർവേ നടത്തിയിരുന്നു 60 വയസ്സിന് മുകളിലുള്ളവരുടെ ഇപ്പോൾ നടന്ന സർവേ അല്ല, അതിന് മുന്നേ 2010 സർവേ നടത്തിയിരുന്നു. 2010 സർവേ നടക്കുമ്പോഴാണ് ഈ തഴപ്പായിൽ കിടക്കുന്ന അമ്മമാരും അച്ഛന്മാരും, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പാലിയേറ്റീവ് ഒന്നും ശക്തമല്ല, ഇതേപോലെ തന്നെ മൂത്രത്തിലും. കാർഷിക സർവകലാശാലയോടുള്ള സർക്കാർ പ്രയോറിറ്റി പുനഃപരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ. കാർഷിക സർവകലാശാലയിൽ പെൻഷൻ കുടിശ്ശിക നൽകാൻ ഒറ്റത്തവണ 100 കോടി രൂപ സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KAU പെൻഷനേഴ്സ് കൌൺസിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഫെഡറൽ വിരുദ്ധ നിലപാടുകൾ പ്രതിഷേധാർഹമാണ്. 2021 മുതൽ കാർഷിക സർവകലാശാലയിൽ നിന്ന് പെൻഷൻ പറ്റിയ വ്യക്തികളുടെ യാതൊരു ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ല. പെൻഷനേഴ്സ് കൌൺസിൽ ആവശ്യപ്പെടുന്നത് പോലെ നിശ്ചിത തുക ഒറ്റത്തവണയായി ഗ്രാന്റ് അനുവദിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു. PF ഫണ്ട് വകമാറ്റി ചെലവഴിക്കരുത് എന്ന കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ സർവകലാശാല PF തുക വക മാറ്റി പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആരെയെങ്കിലും വെള്ളപൂശാൻ വേണ്ടിയാണെങ്കിൽ അത്യന്തം അപകടകരമായ നിർദ്ദേശമാണെന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PT സണ്ണി ഓർമ്മിപ്പിച്ചു. KAU പെൻഷനേഴ്സ് കൌൺസിൽ പ്രസിഡന്റ് PB അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി VO ജോയ് ധർണയിൽ സ്വാഗതം പറഞ്ഞു. MN പവിത്രൻ, T ജഗദീഷ്, CV പൗലോസ്, ഭരതരാജൻ മാസ്റ്റർ, TC മോഹൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. MK അജയകുമാർ നന്ദി അറിയിച്ചു. P കൃഷ്ണകുമാർ, PM എൽദോ, സുധാകരൻ, താഹിറ ബീഗം, നസീമ, കലാദേവി, MR അംബുജം, പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 10, 11 തീയതികളിൽ വിവേകോദയം സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം CP ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ MN സുരേഷ്, ഷാജി വടകര, UB രതീഷ്, AR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമായിരുന്നു ഇത്. പുഴയ്ക്കൽ ശോഭ സിറ്റി പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തും മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ദുരന്ത സാഹചര്യങ്ങളിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഏകോപനം, കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും ആവശ്യമായ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, കെട്ടിടങ്ങളിൽ നിന്ന് പരിക്കേറ്റവരെ ഒഴിപ്പിക്കാൻ ആവശ്യമായ സാധന സംവിധാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ, വകുപ്പുകളുടെ ഏകോപനം, കൂടുതൽ ആളുകൾക്ക് അപകടം നടന്നാൽ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ട നടപടികൾ,
പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള സ്ഥാനങ്ങൾ, പാതകൾ, അറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയെ പരിചയപ്പെടുത്തലാണ് ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്ത് അവതരിപ്പിച്ചത്. സ്ഫോടനം പോലെ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം, പ്രശ്നബാധിത സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ഗുരുവായൂർ അമ്പല പരിസരത്ത് മോക്ക് ഡ്രിൽ അവതരിപ്പിക്കപ്പെട്ടു. റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവതരിപ്പിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ സന്ദർശനം നടത്തി. പുഞ്ച സ്പെഷ്യൽ ഓഫീസർ പ്രാൺ സിംഗ്, ജില്ലാ ഫയർ സ്റ്റേഷൻ ഓഫീസർ വിജയ് കൃഷ്ണ, അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ എന്നിവരും പങ്കെടുത്തു. ജില്ലയിലെ മോക്ക് എക്സൈസിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ 4 മണിക്കും 4:30ക്കും ഇടയിലായി പൊതുജനങ്ങൾക്ക് അലർട്ട് വാർണിംഗ് ഉണ്ടായിരുന്നു. ഹ്യൂമാനിറ്റിക്സ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് മെയ് 10-ന് 2 മണിക്ക് ആമ്പല്ലൂർ ജംഗ്ഷനിൽ സാമൂഹ്യ പരിവർത്തന സദസ്സ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാസലഹരി ഉപയോഗം നാടിനും വീടിനും ഒരുപോലെ ഭീഷണിയാണെന്നും അന്യം നിന്നു പോകുന്ന സാംസ്കാരിക മൂല്യങ്ങൾ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘടന നടത്തുന്ന പരിപാടിയിൽ നീതിബോധമുള്ള എല്ലാവരും പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, ഏലിയാസ് ജേക്കബ്, കുമരൻ പോത്തിക്കര, ബൈജു കൊറേച്ചാൽ എന്നിവർ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ 11-ന് ഉച്ചകഴിഞ്ഞ് 4:30-ന് ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ വെച്ച് ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തും. സ്മൃതി പ്രസിഡന്റ് ജോസഫ് പൂമലയുടെ അധ്യക്ഷതയിൽ അനുസ്മരണ സമ്മേളനം നോവലിസ്റ്റ് VM ദേവദാസ് ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ പ്രതിഭകളെ ആദരിക്കും. കുരീപ്പുഴ രവി സാഹിത്യം, MS ജയശ്രീ നൃത്തം, ജോൺ പനച്ചിക്കൽ നാടകം, കൊണ്ടയൂർ രാമചന്ദ്രൻ വാദ്യകല, ബിന്ദു ബാസ്വരി സംഗീതം എന്നീ കലാപ്രതിഭകളെ ആദരിക്കും. ഉച്ചയ്ക്ക് 3:30 മുതൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനങ്ങളുടെ ആലാപനമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജോസഫ് പൂമല, KV മോഹൻദാസ്, മോഹനൻ അവണപ്പറമ്പ്, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ആസ്ഥാനമായുള്ള സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 11 ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4:30-ന് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ പ്രശസ്ത
ഗാനരചയിതാവായിരുന്ന ഗിരീഷ് പുത്തഞ്ചേരിയെ അനുസ്മരിക്കും. പ്രശസ്ത നോവലിസ്റ്റ് VM ദേവദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്മൃതി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കും. പ്രശസ്ത പത്രപ്രവർത്തകൻ MP സുരേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും. ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും 5 സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കും. കുട്ടനല്ലൂർ ശ്രീ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിയോളജി, മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാളം വിഭാഗങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുണ്ട്. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും നെറ്റ് PhD യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ബയോഡാറ്റയും അസൽ രേഖകളും ഗസ്റ്റ് ലെക്ചർ പോളിൽ രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും മെയ് 23 രാവിലെ 10:30 കോളേജിൽ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487235322. തൃശൂർ ജില്ലയിൽ 2025 അധ്യയന വർഷം SSLC, THSC, CBSE, ICSE പരീക്ഷകളിൽ ഫുൾ A+ ലഭിച്ച ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 വിദ്യാർത്ഥികളെ തൃശൂർ ഐക്യൻ അക്കാദമി ആദരിക്കും. കമന്റർ അജ്മൽ AK വാർത്താ സമ്മേളനത്തിലാണിത് അറിയിച്ചത്. പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ അജ്മൽ ജോസ് നയിക്കുന്ന പാത്വേ ഫെൻഡർ കരിയർ ഗൈഡൻസ് സെമിനാർ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ MJ സാജൻ, EH ഹിരൺലാൽ, ഫിഫിന ഫ്രാൻസിസ്, ഷൈനി സിജോ എന്നിവരും പങ്കെടുത്തു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ 3 ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നു. സയൻസ്, ഹെൽത്ത്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ബിരുദവും MPH, MSc നഴ്സിംഗ്, MSW പോലെയുള്ള വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും 35 വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 15 വൈകിട്ട് 5 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123232223. അംബേദ്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം മെയ് 10-11 തീയതികളിൽ ജവഹർ ബാലഭവനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി K. രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ഓൾ നടിയൻ രാജേഷ് അധ്യക്ഷത വഹിക്കും. കലാകായിക തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെ IM വിജയൻ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ PK കൊച്ചുരാമൻ, സുനിൽ അക്കര, V. കണ്ണൻ, PK സാജൻ എന്നിവർ പങ്കെടുത്തു. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹ്രസ്വകാല കോഴ്സിന് സീറ്റ് ഒഴിവുണ്ട്. പൂത്തോൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഹ്രസ്വകാല കുക്കറി കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുള്ളത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന കോഴ്സ് മെയ് 12 ആരംഭിക്കുന്നുണ്ട്. താൽപര്യമുള്ളവർ 9447610223 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തളിക്കുളം ICDS പ്രൊജക്ട് ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വാഹനം വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കാൻ ടെൻഡർ ക്ഷണിച്ചു. 2025 മെയ് മാസത്തിൽ ആരംഭിച്ച് 1 വർഷത്തേക്ക് 1500 കിലോമീറ്റർ ഓടുന്നതിനാണ് കരാർ. ഡ്രൈ ലീസ് വ്യവസ്ഥയിലാണ് ടെൻഡറുകൾ. മുദ്രവച്ച മത്സരാധിഷ്ഠിത ടെൻഡറുകൾ മെയ് 15 ഉച്ചയ്ക്ക് 2 മുൻപായി തളിക്കുളം ശിശു വികസന പദ്ധതി ഓഫീസറുടെ വിലാസത്തിൽ സമർപ്പിക്കണം. 12 വർഷത്തിൽ താഴെ പഴക്കമുള്ളതും അനുമതി പത്രങ്ങളും ഉള്ളതും ടെൻഡർ വാഹനത്തിന്റെ എല്ലാ ചെലവുകളും കരാറുകാരൻ നിർവഹിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723945222.
ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എടപ്പലം സ്വദേശി ശ്രീവത്സം വീട്ടിൽ 21 വയസ്സുള്ള വിശാലാണ് മരിച്ചത്. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ദിവസമായിരുന്നു അപകടം. മുടിക്കോട് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം ബെന്നി ബെഹന്നാൻ MP നിർവഹിച്ചു. പൂരം പെയ്തൊഴിഞ്ഞു. 3 മണിക്കൂറിനകം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അഭിമാനത്തോടെ തൃശൂർ കോർപ്പറേഷൻ. മാടക്കത്ര പഞ്ചായത്തിന്റെ SC കട്ടിൽ വിതരണം പ്രസിഡന്റ് ഇന്ദിര മോഹൻ നിർവഹിച്ചു. ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.